പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി റെവറൻഡ് അനീഷ് ഫിലിപ്പച്ചനെ ക്ഷണിച്ചോളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ സ്കൂളിന്റെ പ്രയാണത്തിൽ കഴിഞ്ഞ 95 വർഷക്കാലം അനുഭവിച്ച എല്ലാ ദൈവകൃപയും ദൈവിക കരുതലുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഈ സ്കൂളിന് നേതൃത്വം നൽകിയവർക്കായി, ഇവിടെ പഠിപ്പിച്ച അധ്യാപകർക്കായി, പഠിച്ച കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവേ, ഈ നാളുകളിൽ ഇവിടുത്തെ ഈ അധ്യയന വർഷത്തോട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും നേതൃത്വം നൽകുന്നവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ 95ാമത് ആനിവേഴ്സറിയായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവിക കരുണയും കൃപയും ഒക്കെ അനുഭവപ്പാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന പ്രോഗ്രാമുകളെ, വിശിഷ്ട അതിഥികളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവനാമമഹത്വത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു മിശിഹാ മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുകയും സ്കൂളിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തുകയും ചെയ്യുന്ന സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി മറിയം ഉമ്മനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചോളൂ. ആദരണീയനായ ഈ സ്കൂളിലെ മാനേജറും ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനുമായ അനീഷ് ഫിലിപ്പച്ചൻ, CSI മധ്യകേരള മഹായിടവക ട്രഷററും ബിഷപ്സ് കമ്മീസറിയുമായ ജോൺ ജെ.ടി. ബച്ചൻ, കോർപ്പറേറ്റ് മാനേജർ സുമോ സി ചെറിയാനസ് അച്ഛൻ, ചീഫ് ഗസ്റ്റായിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന കണിമണി, നമ്മുടെ ഈസ്റ്റ് സബ് ജില്ലയിലെ ADO അനിൽ സാറ്, PTA പ്രസിഡന്റ് ക്രിസ്റ്റി, സ്കൂൾ റെപ്രസെന്റേറ്റീവ് നമ്മുടെ സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവായ സാറ മറിയം, അതുപോലെ തന്നെ ഈ സ്കൂളിലെ ദീർഘകാലം അധ്യാപകരായിട്ട് സേവനമനുഷ്ഠിച്ച തങ്കമ്മ കൊച്ചമ്മ, അതുപോലെ തന്നെ സിസി കൊച്ചമ്മ, അടുത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ് എല്ലാം കടന്നു വന്നിട്ടുണ്ട്. PTA മെമ്പേഴ്സ്, PTA ബാക്കി കടന്നു വന്ന വേദിയിലിരിക്കുന്ന കുട്ടികളെ കടന്നു വന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ അതിജീവനത്തിന്റെ പാതയിൽ ഒരു സ്കൂൾ വർഷം കൂടി കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കട്ടെ. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയും അക്കാദമിക നിലവാരം ഉയർത്തിയും ഉപജില്ലാ മത്സരങ്ങളിലെല്ലാം തന്നെ ഓവറോൾ നേടിയും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുവാൻ സാധിച്ച
ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഞാൻ ഇപ്പോൾ ഓർക്കട്ടെ. കോട്ടയം പട്ടണത്തിന്റെ ഹൃദയാന്തർ ഭാഗത്ത് 95 വർഷം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തിന് വാക നൽകുന്നു. 95ാമത് വാർഷിക ആഘോഷ പരിപാടിയിലേക്ക് ഏവരെയും ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്റെ നിക്ഷിപ്തമായ കടമയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ നമ്മുടെ സ്കൂൾ മാനേജർ അനീഷ് എം ഫിലിപ്പ് അച്ഛനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികവും അക്കാദമികവും സാങ്കേതികവുമായ നിലയിൽ ആധുനിക കാലത്തിന് അനുയോജ്യമായ ഒരു പഠന രീതികൾ ആവിഷ്കരിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ അച്ഛന്റെ നേതൃത്വത്തിൽ ഈ കാലങ്ങളിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ. അച്ഛന്റെ പല നല്ല നിർദ്ദേശങ്ങളും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ഈ സ്കൂളിനെ ഒരു മികച്ച സ്കൂൾ എന്ന നിലയിൽ, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു മികച്ച സ്കൂൾ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്ന് സന്തോഷത്തോടെ ഓർക്കുന്നു. അച്ഛനെ അതുപോലെ കുസുമെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് CSI മധ്യകേരള മഹായിടവക ട്രഷററും ബിഷപ്സ് കമ്മീഷണറുമായ ജിജി ജോൺ ജേക്കബ് അച്ഛനാണ്. വളരെ വായിച്ച ഉത്തരവാദിത്തങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടെങ്കിലും അച്ഛന് നമ്മുടെ മീറ്റിംഗിലേക്ക് കടന്നു വരാമെന്ന് സമ്മതിച്ചു. അച്ഛനെ ഇടയ്ക്ക് ഇതിർന്ന് വെച്ച് പോകേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞു. എന്നാലും അച്ഛൻ്റെ ഈ ഞങ്ങളുടെ സ്കൂളിനോട് ഈ സന്തോഷത്തിന് ഞങ്ങൾ നന്ദി പറയുകയും അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. നമ്മുടെ വിശിഷ്ട അതിഥിയായി കടന്നു വന്നിട്ടുള്ളത് കൺമണിയാണ്. കൺമണിയെ നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ചില മീറ്റിങ്ങുകളിലെല്ലാം കൺമണി സംബന്ധിക്കാറുണ്ട്, ചില മീറ്റിങ്ങുകളോ ആനിവേഴ്സറികളിലുമെല്ലാം. കൺമണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ അവാർഡ് ഹോൾഡർ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രിയേറ്റീവ് 2019 2019, അതുപോലെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് 2016. വിന്നർ സ്റ്റേറ്റ് കലോത്സവം 2016-17, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മ്യൂസിക് 3rd റാങ്ക്. ഏത് പരിമിതികളെയും മറികടക്കുവാൻ ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൊണ്ട് സാധിക്കും എന്ന് പഠിപ്പിക്കുകയാണ് കൺമണി തന്റെ കഴിവിലൂടെ. ജീവിതയാത്രയിൽ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്താണ് നിന്നാണ് കൺമണി കടന്നു വന്ന് കൺമണിയെ ഈ മീറ്റിംഗിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മാഗസിൻ പ്രകാശനം ചെയ്യുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുമോ സി ചെറിയാനച്ഛനാണ്. CSI കോർപ്പറേറ്റ് മാനേജർ, സ്കൂൾസിന്റെ കോർപ്പറേറ്റ് മാനേജർ എന്ന നിലയിൽ അച്ഛൻ പ്രവർത്തിക്കുന്നു. അച്ഛനും ഈ കാലങ്ങളിലൊക്കെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ സെന്റ് ജോസഫും അതുപോലെ വാർഷിക ആഘോഷ മീറ്റിങ്ങുകളും ഒക്കെ ഉള്ള സമയമാണ്. എന്നാലും അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ ക്ഷണിച്ചപ്പോൾ അച്ഛൻ കടന്നു വരികയും നമ്മുടെ ഈ മാഗസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് എത്തുകയും ചെയ്തത് അച്ഛനും സ്വാഗതം. ഏറ്റവും സന്തോഷത്തോടെ പറയുന്നത് നമ്മുടെ അനിൽ സാറാണ്. വളരെ കൃത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും തന്റെ ഉദ്യോഗസ്ഥന്മാരോടെല്ലാം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും പെരുമാറുന്ന അനിൽ സാറ് കടന്നു വന്നിട്ടുണ്ട്. സാറിന് പല മീറ്റിങ്ങുകളുടെ ഇടയിലാണ് നമ്മുടെ സ്കൂളിനെ ഉപേക്ഷിക്കാൻ സാറിന് പറ്റില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ കടന്നു വന്ന അനിൽ സാറിനും PTA പ്രസിഡന്റ് ക്രിസ്റ്റി ജോൺ ആശംസാ പ്രസംഗത്തിനായിട്ട് എത്തിച്ചേർന്നുണ്ട്. ക്രിസ്റ്റിയെ PTA മെമ്പേഴ്സിന് PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട നേതൃത്വം നൽകുന്ന PTയോടുള്ള നന്ദിയും സ്നേഹവും പറയുന്നു. അതോടൊപ്പം PTA മെമ്പേഴ്സിന് ക്രിസ്റ്റിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ വർഷം ഔട്ട്ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് കടന്നു വന്നിരിക്കുന്നത് സാറ മറിയമാണ്. സാറ മറിയത്തിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ദീർഘകാലം ഈ സ്കൂളിൽ 39-33 വർഷങ്ങളിലും 39 വർഷം കൊണ്ട് സേവനം ചെയ്യുന്ന തങ്കമ്മ കൊച്ചും കടന്നു വന്നിട്ടുണ്ട്. അവരെ കുറിച്ച് ഒരു വാക്ക് പറയാൻ കിട്ടുമോ എനിക്ക് സാധ്യമല്ല.
കാരണം അന്നത്തെ കാലത്ത് ഈ ബേക്കർ കോമ്പൗണ്ടിലുള്ള സ്കൂളിലും ഇവിടെയൊക്കെ വിവാഹിതരായിട്ടുള്ള അധ്യാപകരായിരുന്നു. അതായത് അവരുടെ പൂർണ്ണ സമയം ഈ സ്കൂളിലെ ഈ കുട്ടികൾക്കും വേണ്ടി ചെലവഴിക്കുക, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു ഈ കോമ്പൗണ്ടിലെ ഹൈസ്കൂളും ഇതിനോടനുബന്ധിച്ചുള്ള LP സ്കൂളിലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ നവമഹസഭയൊക്കെ 39 വർഷക്കാലം അവർ പലപ്പോഴും പറയും, ഞങ്ങൾക്കൊക്കെ സ്വപ്നം കാണാനും ചിന്തിക്കുവാനും ഈ സ്കൂൾ മാത്രമേ ഉള്ളൂ. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ അവിവാഹിതയായി ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അങ്കമ്മ കൊച്ചമ്മ, സൂസി കൊച്ചമ്മ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി പ്രവർത്തനങ്ങളിൽ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയിരുന്ന EV ഫിലിപ്പ് സാറ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ടീച്ചേഴ്സ്, ഡാൻസ്, കരാട്ട ഇതൊക്കെ പഠിപ്പിക്കുന്ന ആക്ടിവിറ്റി ടീച്ചേഴ്സ് ഇവരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഹാർദവമായിട്ട് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പേരൻസ്, ഈ സ്കൂളിലെ കൊച്ചമ്മമാര്, ഒരു കാര്യം എനിക്ക് പറയാനായി വളരെ സന്തോഷത്തോടെ ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ഏൽപ്പിക്കുമ്പോൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ സ്കൂളിന്റെ പാരമ്പര്യവും ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കൊച്ചമ്മമാരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ആ കൊച്ചമ്മമാരും ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം വളരെയധികം പുരോഗതിയിലേക്ക് നയിക്കുന്നു. കൊച്ചമ്മമാരെ, നോൺ ടീച്ചിങ് സ്റ്റാഫിനെ, പേരൻസിന്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ലൈറ്റ് ആൻഡ് സൗണ്ട്, അതുപോലെ തന്നെ കർട്ടന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വരുന്നു. ബഹുമാന്യനായ സ്കൂൾ മാനേജർ അനീഷൻ പെരുപ്പച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 95 വർഷങ്ങൾ ഈ സ്കൂളിന്റെ പ്രയാണത്തിൽ അനുഭവിച്ച എല്ലാ ദൈവം ദൈവ സാന്നിധ്യത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഇനി 95ാമത് ആനിവേഴ്സറിയിൽ നമ്മുടെ വിശിഷ്ട അതിഥികളായി കടന്നു വന്നിരിക്കുന്ന മഹായിടവ ജിയച്ചൻ, കോർപ്പറേറ്റ് മാനേജർ സുമോനച്ചൻ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി കടന്നു വന്നിരിക്കുന്ന കുമാരി കൺമണി, AEO, വലിയ കൊച്ചമ്മ, കൊച്ചമ്മമാരെ, പേരൻസ്, കുഞ്ഞുങ്ങളെ, ഓരോ കാലങ്ങൾ പിന്നിടുമ്പോഴും മിഷണറിമാർ കോട്ടയത്തിന് പകർന്ന വെളിച്ചം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുന്ന ഈ ബേക്കർ സ്കൂളിലേക്ക് വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുവാൻ കാണിച്ച വലിയ സന്മനസ്സിനായി ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. മിഷണറിമാർ 206 വർഷം മുൻപ് ബേക്കർ സ്കൂളിന്റെ പ്രയാണം ഇവിടെ ആരംഭിച്ചപ്പോൾ അതിനുശേഷം 95 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾക്കായി ഒരു കിൻഡർ ഗാർഡൻ ആൻഡ് LP സ്കൂൾ ഇവിടെ ആരംഭിച്ചപ്പോൾ അതിന്റെ പിന്നിലെ വലിയ ദൗത്യം ഓരോ വർഷങ്ങൾ പുതുമയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ മാനേജ്മെന്റിന് എന്നും സാധിച്ചിട്ടുണ്ട്. CSI സഭ ഇന്ന് ദേശത്ത് നൽകുന്ന വിദ്യാഭ്യാസ മേഖലകൾ നൽകുന്ന കരുത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും വാണിജ്യ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോഴും സഭ വളരെ ആത്മാർത്ഥമായി തലമുറകൾക്ക് വിളിച്ചു പകരുക എന്നും കാതോ ഓർത്ത് കരുതലായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പ്രചോദനമായി തീരുന്ന ഒരാളെ ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്രകാരമാണ് മാവേലിക്കര ജോസഫ് സാമുവൽ സാറിന്റെ താല്പര്യപ്രകാരം ഇന്ന് കൺമണിയെ ഇവിടേക്ക് ക്ഷണിച്ചത്. കൺമണി എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രചോദനമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രചോദനമായി തീരുവാൻ നിന്റെ മകളുടെ ജീവിതത്തിലൂടെ നമുക്കും സാധിക്കട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്രകാരം ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾ അർപ്പിച്ച ഈ വിശ്വാസം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുവാൻ എന്നും നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോടുകൂടെ എന്ന് നിലനിൽപ്പാൻ ഞങ്ങൾ ശ്രദ്ധിക്കും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഈ 95ാമത് ആനിവേഴ്സറിയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്ത് കൊള്ളുന്നു. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു അച്ഛൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ ഉദ്ഘാടന പ്രസംഗത്തിനായി വന്നിരിക്കുന്നത് CSI മധ്യ കേരള ഡയോസിസ് ട്രഷറർ റെവറൻഡ് ജിജി ജോൺ ജേക്കബ് അച്ഛനാണ്. അച്ഛനെ ഏറ്റവും ആദരപൂർവ്വം ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്കൂൾ മാനേജർ അനീഷം ഫിലിപ്പച്ചൻ, മഹായിടവക സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ സുമോദം ചെറിയാനച്ചൻ, കോട്ടയം ഈസ്റ്റ് AEO അനിൽ കെ തോമസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ്, PTA പ്രസിഡന്റ്, നമ്മുടെ മുഖ്യ അതിഥിയായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി കൺമണി, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. കോട്ടയം പട്ടണത്തിന് വളരെ പരിചിതമായ ഒരു പേരാണ് കൊച്ചു സ്കൂള്. ഇന്ന് പട്ടണത്തോട് ചേർന്ന് ധാരാളം സ്കൂളുകൾ ആരംഭിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ലാഭം നേടി സ്കൂളുകൾ കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോട്ടയം പട്ടണത്തിലുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മിഷണറിമാരുടെ കാലഘട്ടത്തിൽ ഈ വിദ്യാലയം ആരംഭിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ 95 വർഷക്കാലം നിങ്ങളൊക്കെ അർപ്പിച്ച വിശ്വാസത്തിനായിട്ട് മാനേജ്മെന്റിന് പേരുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം അനീഷ ഫിലിപ്പച്ചൻ മാനേജരായി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് ദൈവം ഇടയാക്കി. എന്താണ് ഒരു സ്കൂൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു വിദ്യാലയം കൊണ്ട് ആഗ്രഹിക്കുന്നത്? വിദ്യയുടെ വെളിച്ചം കുട്ടികൾക്ക് നൽകുക. അന്ധകാരവിധമായ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചമേകി സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു മിഷണറിമാരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ബേക്കർ ഗേൾസ് ഹൈസ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതിന് കേരളത്തിലെ പല ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കാനിടയായിത്തീർന്നത്. ക്രിസ്തീയ വിദ്യാലയങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് വിദ്യയുടെ വെളിച്ചം മാത്രം നൽകുക എന്നുള്ളതല്ല, നല്ല മൂല്യബോധമുള്ള, നല്ല സ്വഭാവമുള്ള, സമൂഹത്തെ കുറിച്ച് കരുതലുള്ള, ബോധ്യമുള്ള വ്യക്തികളെ വാർത്തെടുക്കുക എന്നുള്ളതും വിദ്യാലയത്തിന്റെ ലക്ഷ്യമാണ്. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ആരംഭ കാലഘട്ടം മുതൽ ഇവിടെ അധ്യാപകർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴും അതേ ഉദ്ദേശം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ അനുദിനം അനുഗ്രഹകരമായി മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മഹായുടെ ലഭ്യമായ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വഴിതെറ്റി പോകുന്ന തെറ്റായ ദിശകളിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ചുള്ള അലമുറ നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ വരുവാൻ, നല്ല സ്വഭാവമുള്ളവരായി വളർന്നു വരുവാൻ, നല്ല കലാമൂല്യങ്ങളൊക്കെ ഉള്ളവരായി വളർന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യാതിഥിയായ കുമാരി കൺമണിയുടെ വാക്കുകൾ ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ ഏവർക്കും പ്രചോദനമേകുന്നതായി തീരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ യോഗം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
95ാമത് വാർഷികം ആഘോഷിക്കുന്ന ബേക്കേഴ്സ് LP സ്കൂളിന് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് നടത്തപ്പെടുന്ന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. നമുക്ക് അനുഗ്രഹമായി മുൻപോട്ട് ജീവിതയാത്ര തുടരാം.
വിശേഷിപ്പിക്കാവുന്ന കൺമണി എന്ന അതുല്യ പ്രതിഭയാണ് നമുക്കിന്ന് വിശിഷ്ട അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ കുമാരി കൺമണിയെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ മുൻപിലിരിക്കുന്ന കൊച്ചുകൂട്ടുകാരെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബേക്കർ മെമ്മോറിയൽ കിൻഡർഗാർട്ടൻ LP സ്കൂളിൻ്റെ ഈ 95ാമത് വാർഷിക ആഘോഷവുമായി അനുബന്ധിച്ചുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു അവസരം നിങ്ങളോടൊപ്പം കുറച്ചു നേരം പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു പ്രാസംഗികയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യപ്രഭാഷണം നടത്തക്ക രീതിയിലുള്ള ഒരു പ്രാസംഗികയല്ല. ഞാൻ വളരെയധികം സംസാരത്തിൽ ഭയങ്കരമായിട്ട് പിശുക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിരുന്നാലും എൻ്റെ ലൈഫിലെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ജനിച്ച നാൾ മുതൽ ഹാൻഡിക്യാപ്റ്റാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു പഠനം തുടങ്ങുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു അധ്യാപികയാണ് എന്നെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. അപ്പോൾ ടീച്ചറാണ് എന്നെ കാലിൽ പെൻസിൽ വെച്ചിട്ട് ആദ്യമായിട്ട് എഴുതാൻ പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എന്താ പറയുക പില്ലർ സ്റ്റോൺ എന്ന് പറയുന്നത് ടീച്ചറാണ്. അതോടൊപ്പം തന്നെ എന്നെ ഈ ഒരു നിലയിൽ നിന്നാക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ അമ്മ. അപ്പം അമ്മ കാരണമാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഒരു മുഖ്യ അതിഥിയായിട്ട് ഇന്നിവിടെ നിൽക്കാൻ കാരണം. അപ്പോൾ അതേപോലുള്ള ഒട്ടനവധി അമ്മമാർ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പുറം മാധ്യമങ്ങളിലേക്ക് എത്തിപ്പെട്ടത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇപ്പം ഈ പഠിക്കുന്ന കുട്ടികളുള്ള അതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫിലും ഒരു മാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറത്തുള്ള സമൂഹത്തിലേക്ക് എത്തിപ്പെടാൻ ആയ സമയം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്നാണ് കല. അപ്പം ഞാൻ അന്നാണ് റിയലൈസ് ചെയ്യുന്നത് എൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഡ്രോയിങ് എൻ്റെ ലൈഫിനെ എന്തുമാത്രം പുഷ് ചെയ്യുന്നു, അത് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു നിലയിലേക്ക് എന്നെ എത്താൻ സഹായിക്കും എന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് MA മ്യൂസിക് അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവാണ്. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെയിൻ ഒരു MBBS, അഡ്വക്കേറ്റ് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പോകാനായിരിക്കും താല്പര്യം. മറ്റു കുട്ടികൾ കലാപരമായിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റനവധി കുട്ടികൾക്ക് ഫുട്ബോൾ അങ്ങനെ സ്പോർട്സ് മേഖലയിലായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഒരു 90% കുട്ടികൾക്കും അവരുടേതായ വ്യക്തിത്വവും കഴിവും ഉണ്ടായിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമ്മുടെ പേരൻസിന് ഉണ്ടാവണം. ഓരോ കുട്ടികൾക്കും ഉള്ള കഴിവ്, അവരുടെ ഓരോ വ്യത്യസ്തമായ കഴിവിനെ ഗ്രൂം ചെയ്യാൻ ഓരോ അമ്മമാർക്കും അച്ഛന്മാർക്കും സാധിക്കണം. അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് പോകുന്നതിന് പകരം പേരൻസിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഓരോ കുട്ടികളുടെയും ജീവിതം മനോഹരമായി തീരും. കാരണം ഞാൻ +2 വരെ കോമേഴ്സ് പഠിച്ച വ്യക്തിയാണ്. അപ്പം ഞാൻ ആദ്യം ആഗ്രഹിച്ചത് മ്യൂസിക് തന്നെ പോകണമെന്നാണെങ്കിലും ഒരു CA അല്ലെങ്കിൽ ഒരു MBA കോഴ്സിന് പോയാലോ എന്ന് ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ ഒന്നും കൂടെ ആലോചിച്ചിട്ടാണ് മനസ്സിലായത് എനിക്ക് ഇത്രയും വലിയൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ പരിപോഷിപ്പിക്കാതെ മറ്റൊരു കഴിവിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് പോയാൽ എനിക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്നൊരു ബോധത്തോടു കൂടിയാണ് ഞാൻ പിന്നെ മ്യൂസിക്കിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരു ജീവിതത്തിൽ നമുക്ക് ഈ കിട്ടുന്ന വേഗത ഇതുപോലെ ആനുവൽ ഡേ ആയിരിക്കും ഓരോ കുട്ടികളുടെയും ഭാവിയിലുള്ള ഒരു സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഒരു വേദിയിലൂടെ ആയിരിക്കും അവരുടെ ഭാവിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാ പേരൻസും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കുട്ടികളും വ്യത്യസ്ത തരമുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ പിക്ക് ചെയ്യാൻ പറ്റുന്നതും വളരെ വ്യത്യസ്ത തരത്തിലും വേഗത കൂടിയും വേഗത കുറഞ്ഞുമായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു പ്രചോദനം നമ്മുടെ പേരൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ
എല്ലാ കുട്ടികൾക്കും മനോഹരമായ ലൈഫ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും മോസ്റ്റ്ലി ഇവിടെ പേരൻസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം കുട്ടികൾക്ക് അത് അറിയാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും മാക്സിമം പോസിറ്റീവായിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ട എല്ലാ കഴിവുകളും അല്ലെങ്കിൽ അവരെ ഗ്രൂം ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ എല്ലാ പേരൻസിനും ഉണ്ടാവണം എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരി പാട്ട് പാടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാഴി നിരകളിലാഴത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാഴി നിരകളിലാഴത്തിൽ തൊട്ടേ വരാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്ക കല്ലാൽ തൊഴാം, മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്ക കല്ലാൽ തൊഴാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ടതേ, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ടതേ, പൂഞ്ഞാലേ പാടാമോ പൂഞ്ഞാലേ പാടാമോ, കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്താ തേൻതുള്ളിയായി, പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്താ തേൻതുള്ളിയായി, കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാക്കാത്തി വെയ്യുന്ന മതിയിൽ, കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാക്കാത്തി വെയ്യുന്ന മതിൽ, പൂഞ്ഞാലേ പാടിപ്പോ പൂഞ്ഞാലേ പാടിപ്പോ, മാനത്തെ മാമന്റെ കളികളിൽ മാമുന്ന പോകാമോ നമുക്കിനി, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാഴി നിരകളിലാഴത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാഴി നിരകളിലാഴത്തിൽ തൊട്ടേ വരാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. ഈ 95ാമത് ആനുവൽ ഡേ വളരെ സന്തോഷമുള്ളതും ആവട്ടെ ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡയലോസിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി സീനിയർ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് സുമോ സി ചെറിയാൻ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാഗസിൻ നൽകുന്നതിനായി സ്കൂൾ മാനേജർ റെവറൻഡ് അനീഷ് എൽ തിരുപ്പച്ചനെയും ഒപ്പം ക്ഷണിക്കുന്നു. ഹെഡ്മിസ്ട്രസ് ശ്രീമതി മറിയാമ്മ ഉമ്മൻ അവർ, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച കുമാരി കൺമണി, ഏറ്റവും ബഹുമാന്യനായ കോട്ടയം ഈസ്റ്റ് AEO ശ്രീ അനിൽ സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയമുള്ളവർ, 95ാമത്
വാർഷിക ആഘോഷത്തിൽ ഈ സ്കൂളിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. 95 വർഷങ്ങൾ പിന്നിടുന്ന ഈ സ്കൂളിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസിക്കുന്നു. 96ാം വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹകരമായി ഈ സമൂഹത്തിന് പ്രയോജനകരമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആ പ്രദേശത്തിന്റെ ഒരു മാർഗദീപമാണ് വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ സ്ഥാപനം ആ പ്രദേശത്തിന്റെ മാർഗദീപം മാത്രമല്ല, ഒരു ഭാവി തലമുറയെ വളർത്തിയെടുക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ ഇടയായതിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇവിടെ പഠിക്കുന്ന ആദ്യ ബാലപാഠങ്ങൾ പഠിച്ച് ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന അധ്യാപക സമൂഹത്തെ അഭിനന്ദിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹീതമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുൻപിൽ കുമാരി കൺമണി ഒരു പ്രചോദനമാണ്. ഞാൻ കൺമണിയെ കാണുന്നതും പരിചയപ്പെടുന്നതും മാവേലിക്കര ബിഷപ്പ് ഫോർജേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ആ വേദിയിലാണ്. അതൊരു വലിയ പ്രചോദനമായിരുന്നു. തനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ അധ്യാപക സമൂഹം, തനിക്കുള്ള കഴിവിനെ അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ അധ്വാനിച്ച മാതാപിതാക്കൾ, അതിനെ ഒരുക്കിയതായ അനേക ഘടകങ്ങൾ, ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ വേദി പങ്കിടുമ്പോൾ അതേറ്റവും സന്തോഷകരമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രചോദനകരമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടർന്നുള്ള നാളുകളിലും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ഈ സമയത്ത് ഒത്തിരി എയ്ഡഡ് സ്കൂളുകളുടെ വാർഷിക സമ്മേളനത്തിലെ യാത്രയപ്പ് സമ്മേളനങ്ങളൊക്കെ ഞാൻ പങ്കുചേർന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഞാൻ വേദികളിൽ പങ്കിട്ട ഒരാളാണ്. ഞാൻ അത് പങ്കിട്ടപ്പോൾ ആ വേദിയിൽ പരിചയപ്പെട്ട ധാരാളം പേരുണ്ട്. അതിലൊരാളായിരുന്നു കൺമണി. മറ്റൊരാളാണ് ഞാൻ കുഴിക്കാല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സമ്മേളനത്തിൽ പരിചയപ്പെട്ടതാണ്. ഇന്ന് കോമഡി ഷോ രംഗത്ത് വളരെ പ്രസിദ്ധിയായിട്ട് നിൽക്കുന്ന രശ്മി അനിൽ. ആ കലാസന്ധി ഉദ്ഘാടനം ചെയ്ത രശ്മിയായിരുന്നു. അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ കറ്റാണം CMSI സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം ഞാൻ പള്ളം ബുക്കാനൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ സാറ ഈശോ, ലോകപ്രശസ്തയായ ഓങ്കോളജിസ്റ്റ്, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ചികിത്സയിൽ വളരെ വിദഗ്ധയായി ഇന്ന് KM ചെറിയാൻ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ മേധാവിയായിട്ട് സേവനം ചെയ്യുന്നു. ഡോക്ടർ സാറ ഈശോ പറഞ്ഞു, ഞാൻ പള്ളം ബുക്കാനൻ ഗേൾസ് ഹയർ സെക്കൻഡറി ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ദിവസങ്ങളിങ്ങനെ ഒത്തിരി പേരെ പരിചയപ്പെടുവാനൊക്കെ ഇടയായിരിക്കുന്നു. ഈ വാർഷിക സമ്മേളനത്തിൽ കൂടെ കുഞ്ഞുങ്ങളുടെ താലന്തുകളെ കണ്ടെത്തുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും തുടർന്നുള്ള നാളുകളിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധമായ അനുഗ്രഹാശംസകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സൂസി കൊച്ചനെ ആദരിക്കുന്നതിന് വേണ്ടി അനീഷ് അച്ഛനെ ക്ഷണിച്ചുകൊണ്ടു. അടുത്തതായി തങ്കമ്മ കൊച്ചനെയാണ്. തങ്കമ്മ കൊച്ചനെ ആദരിക്കുന്നതിന് വേണ്ടി സുമോദ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു.
വ്യക്തിയാണ് EV ഫിലിപ്പ് സാർ. കുട്ടികൾക്കുള്ള കഴിവുകൾ കണ്ടെത്തുകയും അവരെ കലാപരമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന EV ഫിലിപ്പ് സാർ നമ്മുടെ സ്കൂളിന് ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹം 45 വർഷത്തിലേറെയായി ഈ സ്കൂളിലെ നിറസാന്നിധ്യമാണ്. കുട്ടികളുടെ ഇടയിലുള്ള സാറിന്റെ സ്വാധീനം വളരെ വലുതാണ്. സാറിനോടുള്ള സ്കൂളിന്റെ ആദരവിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ഈ സമയം സാറിനെ ആദരിക്കുന്നു. സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി അനീഷ് അച്ഛനെ ക്ഷണിച്ചുകൊണ്ടു. താങ്ക് യു ഓൾ. ആശംസാ പ്രസംഗത്തിനായി കോട്ടയം ഈസ്റ്റ് സബ് ഡിസ്ട്രിക്ട് AO അനുപ്രിയ തോമസ് സാറിനെ പ്രിയപ്പെട്ട അനീഷച്ചൻ, ബഹുമാനപ്പെട്ട ജോണച്ചൻ, സുബോധച്ചൻ, കുമാരി കൺമണി, PTA പ്രസിഡന്റ്, MSS മേഴ്സിത്തരം, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, രക്ഷകർത്താക്കൾ, പൂർവ്വ അധ്യാപകൻ, PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുബോധൻ പറഞ്ഞതുപോലെ സ്കൂളുകളിലെല്ലാം വാർഷികങ്ങളുടെ തിരക്കാണ്. ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് രണ്ടാമത്തെ വാർഷികമാണ് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിനമാണ് സ്കൂൾ വാർഷികം. ടീച്ചേഴ്സിൻ്റെ ഒക്കെ ആ നിയന്ത്രണത്തിൽ നിന്നുള്ളതൊക്കെ രക്ഷപ്പെട്ട് എഴുതിക്കൊണ്ട് വന്നോ, പഠിച്ചോ, വായിച്ചോ, അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്തോ, ആ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ആർക്ക് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് സ്കൂൾ ഡേ. അപ്പോൾ ഒരുപക്ഷെ പഠിച്ചതൊന്നും ആയിരിക്കില്ല അവരുടെ ഓർമ്മയിൽ. ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഓരോ സ്കൂൾ ഡേയും ഓർത്തു വയ്ക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. നമുക്കൊക്കെ അങ്ങനെയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇരിക്കുന്നവർക്കറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ ഇതുപോലുള്ള സ്കൂൾ ഡേ ഒന്നും ആയിരുന്നില്ല. ഒരു സാധാരണ രീതിയിലുള്ള സ്കൂൾ ഡേ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. എത്ര ചെറിയ സ്കൂളാണെങ്കിലും എത്ര വലിയ സ്കൂളുകളാണെങ്കിലും ഓരോ വർഷം ചെല്ലുന്തോറും എത്ര കെങ്കേമമായിട്ടാണ് സ്കൂൾ ഡേകൾ ആഘോഷമാക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദിനമാണ്. കുഞ്ഞുങ്ങളുടേത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളുടെയും കൂടെ, ടീച്ചേഴ്സിൻ്റെയും കൂടെ ദിനമാണ്. കാരണം രക്ഷിതാക്കളൊക്കെ വന്ന് കയറുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഉദ്ഘാടനവും ഞങ്ങളുടെയൊക്കെ ഈ മോഡേൺ പ്രസംഗങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ പരിപാടികൾ കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നെടുനീളമുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ രക്ഷിതാക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആ വൈഭവം നേരിൽ കാണാൻ വേണ്ടിയാണ്. സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നേട്ടങ്ങളുടെ വർഷങ്ങളാണ്. നമ്മുടെ MSS ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കലാ, കായിക, പഠന മേഖലകളിലെല്ലാം നേട്ടങ്ങൾ കൈവരിച്ച വർഷം. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഞാനിവിടെ ചാർജ് എടുത്ത് 2 വർഷമായിരുന്നു. കഴിഞ്ഞ വർഷവും സ്കൂളിൽ എല്ലാ വിഭാഗത്തിലും നല്ല നേട്ടങ്ങളുണ്ടായിരുന്നു. സ്പോർട്സിലാണെങ്കിലും കലകളിലാണെങ്കിലും ശാസ്ത്രമേളകളിലൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യ സ്ഥാനങ്ങളിൽ ബേക്കർ LP ഉണ്ടാവും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. നമ്മുടെ ഹൈസ്കൂളിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് ഇവിടെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നെങ്കിൽ അതിന് അടിത്തറ ഇട്ട് കൊടുക്കുന്നത് തീർച്ചയായും അച്ഛൻ മുമ്പേ പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു സ്കൂൾ തന്നെയാണ്. ഈ സ്കൂളിൽ നിന്ന് അടിത്തറ ഇട്ട് ചെല്ലുന്ന കുട്ടികളാണ് നമ്മുടെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നത്. അത് തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും രക്ഷകർത്താക്കളെല്ലാം അഭിമാനിക്കാം, പ്രത്യേകിച്ചും അനീഷച്ചനും. അപ്പോൾ സ്കൂള് കഴിഞ്ഞ വർഷവും ഏറ്റവും മികച്ച രീതിയിൽ പാഠ്യേതര രംഗങ്ങളിലും കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലൊക്കെ 1ാം സ്ഥാനം തന്നെ പല വിഭാഗങ്ങളിലും നേടിയിട്ടുണ്ട്. അതിലെല്ലാം എല്ലാവരെയും പ്രിയപ്പെട്ട കുട്ടികളെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാം പ്രത്യേകം അനുമോദിക്കുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു സ്കൂൾ എന്ന നിലയിൽ നമ്മളെല്ലാം കാണുമ്പോൾ ഈ പാഠ്യേതര വിഷയങ്ങൾ മാത്രമല്ല. ഇപ്പോൾ രാവിലെ പറഞ്ഞു, ഇപ്പോൾ ഹൈസ്കൂളിനെ സംബന്ധിച്ചാൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചാൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ ആ സ്കൂളിൻ്റെ മേന്മ എടുത്തു പറയുന്നത്. 100% ഉണ്ടോ, എത്ര A+ ഉണ്ട്, ഇതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്.
പക്ഷേ നമ്മളെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10-12 ഇല്ലാത്തതുകൊണ്ട് LP സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും പാഠ്യ വിഭാഗത്തിന് LSS സ്കോളർഷിപ്പ് അത് 27-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് നേടാൻ കഴിയും, അതിൻ്റെ ഒരു മാനദണ്ഡം തന്നെയാണ്. എത്ര കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് നൽകാൻ പറ്റി. കുട്ടികളെല്ലാം നല്ലൊരു പരിശീലിക്കുന്നുണ്ട് തന്നെ ഞാൻ കരുതുന്നു. ടീച്ചേഴ്സ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു റിസൾട്ട് ഇവിടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. അതുപോലെ ഈ നമ്മുടെ ബോധത്തിനാണെങ്കിലും വിഷയത്തിനൊക്കെ ആണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യം, ടീച്ചേഴ്സ് അവർ ഒരു മോഡൽസാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൺമണി നമ്മളോട് പറഞ്ഞു, അമ്മയും ടീച്ചറും ഒക്കെയാണ് കൺമണിയെ ഇങ്ങനെ ഈ വേദിയിൽ എത്തിച്ചത്. തീർച്ചയായും ഞാൻ ഓക്കെയായിരുന്നു. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു, അമ്മയുടെ കൂടെയായിരുന്നു ഞാൻ സ്കൂളിൽ പോകൊണ്ടിരുന്നത്. പക്ഷേ അതായിരിക്കാം ഞാനും ഇങ്ങനെ വേദിയിൽ നിൽക്കാൻ കാരണം. അതുപോലെ ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സുമായിട്ട് അതുപോലെ തന്നെ ആത്മബന്ധമായി ഇപ്പോഴും അതുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ വൈഭവം, അവൻ ഏത് മേഖലയിലാണ് വൈഭവം ഉള്ളത് എന്ന് കണ്ടെത്താൻ പറ്റുന്നത് ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്കും അവരുടെ അധ്യാപകർക്കുമാണ്. അങ്ങനെ വഴിതിരിച്ചു വരും. അപ്പോഴാണ് ആ കുട്ടി എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവളുടെ മേഖലയിൽ എത്തിച്ചേരുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യും. കൺമണി എത്ര സന്തോഷത്തോടെയാണ് അമ്മയെ ടീച്ചറിനെ ഞാൻ ഓർക്കുകയാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യം ഹാൻഡിക്കേപ്പാണ്. പക്ഷേ ഞാനിവിടെ ഓർക്കുകയാണ്, എന്നെക്കൊണ്ട് എത്ര ശ്രമിച്ചാലും ഇത്ര മധുരമായി പാടാൻ കഴിയില്ല. അതെനിക്ക് നല്ല ബോധ്യമാണ്. കൺമണി എത്ര മനോഹരമായിട്ട് പാടി, എന്നെക്കൊണ്ട് ഒരിക്കലും അത് കഴിയില്ല. ഞാൻ ബാത്റൂമിലും ബെഡ്റൂമിലും പോലും പാടുകയില്ല, കാരണം എനിക്കത് കഴിയും. പക്ഷേ കൺമണിക്ക് എത്ര രസമായിട്ട് പാടാനും നമ്മളെ ഒരു സന്തോഷത്തിൽ എത്തിക്കാൻ കഴിയും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുകളുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. കുട്ടികൾ എല്ലാവർക്കും പഠിക്കാനായിരിക്കത്തില്ല. ചിലർക്ക് കലയിലായിരിക്കും, ചിലർക്ക് മറ്റ് ടെക്നിക്കൽ ഫീൽഡിലായിരിക്കും. ഏത് ഫീൽഡിലാണോ അതിന് കഴിവുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കഴിവുള്ളത്, ആ ഫീൽഡിൽ അവർ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ 100 മീൻ വിളയാൻ കഴിയും. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് നമ്മുടെ MSC പറഞ്ഞ പോലെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. സത്യമാണ്, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചാർജ് എടുത്തതിന് പിറ്റേ ദിവസം ആദ്യം എത്തുന്ന സ്കൂള് ബേക്കർ സ്കൂളാണ്. കലോത്സവം നടത്താനായിട്ട് വേദി അന്വേഷിച്ചത്. എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. സന്തോഷത്തോടുകൂടി ഞാൻ പല വേദിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി അനീഷത്തിനും സുബോധനും ഇവിടുത്തെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലേക്ക് HMസും പ്രിൻസിപ്പളും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ആവശ്യം അംഗീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് കലോത്സവം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു. നന്ദി എനിക്ക് ബേക്കർ സ്കൂളിനോട് പ്രത്യേകമുണ്ട്, വാർത്തയിനോടുണ്ട്. ഏതൊരാവശ്യം പറഞ്ഞാലും വളരെ സന്തോഷത്തോടുകൂടി അത് സുബോധത്തിനേക്കാൾ കൂടുതൽ എപ്പോഴും ഞാൻ കോണ്ടാക്ട് ഉള്ളത് അനീഷത്തിനുമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് സബ് ജില്ലയുടെ അനവധി പ്രോഗ്രാമാണ്, പ്രത്യേകിച്ച് ഉച്ചപ്പുറത്തിൻ്റെ പ്രഥമ അധ്യാപകരുടെ കോൺഫറൻസ് ആണെങ്കിലും ഓണാഘോഷമാണെങ്കിലും ക്രിസ്മസ് ആഘോഷമാണെങ്കിലും അങ്ങനെ അനവധി പരിപാടികൾ എല്ലാം ഏറ്റെടുത്ത് സന്തോഷത്തോടെ നടത്തുന്നത് നമ്മുടെ ഈ ബേക്കർ എത്തിയും ഇവിടുത്തെ അധ്യാപകരും ചേർന്നാണ്. അതിനെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ആ ഒരു നന്ദി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡ് മിസ്റ്റർ പറഞ്ഞത് തീർച്ചയായും അംഗത്വമാണ്, എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ പ്രത്യേകം അതിൻ്റെ നന്ദി എല്ലാവരെയും അറിയിക്കുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ടീച്ചേഴ്സിനൊക്കെ പോയതുപോലെ ഇപ്പോൾ സുബോധത്തിന് പോകും, കൂട്ടത്തിൽ ഞാനും പോകും. എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പറഞ്ഞതുപോലെ LSS പരീക്ഷയാണ്, അതിൻ്റെ DPAയുടെ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അധികം താമസിക്കാതെ ഞാനും ഈ വേദി വിടും. സാധാരണഗതിയിൽ കുട്ടികളുടെ പരിപാടി കാണണം എന്ന ആഗ്രഹമുണ്ട്. സാധാരണ മീറ്റിങ്ങുകളൊക്കെയാണ് അവസാനം വഴി ഇല്ലാറുണ്ട്. പക്ഷേ നിർവാഹമില്ല. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി സ്വല്പസമയത്തിന് ശേഷം ഞാനും ഈ വേദി നിന്ന് വിട്ടുപോകുന്നതായിരിക്കും. എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഈ ആനിവേഴ്സറിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച CSI മധ്യകേരള മഹായിടവക ട്രഷറർ ജിജി ജോൺ ജേക്കബ് അച്ഛൻ, മുഖ്യാതിഥി വിഷ്വൽ ആർട്ടിസ്റ്റ് കുമാരി കൺമണി, CMS സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ സുമോദ് അച്ഛൻ, കോട്ടയം ഈസ്റ്റ് സബ് ഡിസ്ട്രിക്ട് AEO അനിൽ സാർ, സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി മറിയാം മോഹൻ, കുട്ടികളുടെ പ്രതിനിധി കുമാരി സാറ മറിയം, PTA കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് 95ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ PTA പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കാൻ ലഭിച്ച അവസരത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു.
അക്ഷരവീതിയിൽ ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ ഈ വിദ്യാലയം ഇന്ന് 95ാമത് വാർഷികം ആഘോഷിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിന് പറയാൻ ഒട്ടേറെ കഥകളുണ്ട്. വലിയ നേട്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ. ഒരുപാട് പേരെ ജീവിത വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് വളർത്തിയെടുത്തതിന്റെ ചാരിതാർത്ഥ്യവുമുണ്ട്. അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിറവിൽ ഈ വാർഷികം നടത്തപ്പെടുമ്പോൾ നമുക്ക് കിട്ടിയ നേട്ടങ്ങളും മികവുകളും നമ്മൾ നേടിയെടുത്ത വിജയവും ഇവിടെ പ്രഭ ചൊരിഞ്ഞിരിക്കുന്നു. പാഠഭാഗങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നല്ല പാഠം പദ്ധതി. കുട്ടികൾക്ക് കൃഷിയോടും പൂക്കളോടും ഉള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ അനിശ്ചിതനും കുസുമമാരും ചെയ്ത പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമാണ്. നമ്മുടെ കുട്ടികളുടെ വിജയങ്ങൾക്ക് ചിറക് നെയ്തത് നമ്മുടെ കൊച്ചുമ്മമാരുടെ ശ്രമഫലമായാണ്. ഇവിടെ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന കൊച്ചുമ്മമാരും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരുടെ ഒപ്പം നിൽക്കുന്ന വലിയ കൊച്ചുമ്മയും. ഇത്രയും നാൾ വർണ്ണാഭമായി ശോഭിച്ചു നിന്ന നമ്മുടെ സ്കൂൾ ഇനിയുള്ള നാളുകളിലും ഏറ്റവും അധികം ശോഭയോടെ നിൽക്കട്ടെ. അത് അനേകായിരം കുട്ടികളെ പൊതുസമൂഹത്തിന് പ്രയോജനമുള്ളവരായി വാർത്തെടുക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബേക്കർ LP സ്കൂളിന് 95ാമത് വാർഷികത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിന് നമസ്കാരം. പ്രിയരെ, തലമുറകളുടെ അനുഗ്രഹവും പുണ്യവും പ്രാർത്ഥന വിശ്വാസങ്ങളും പേരുന്ന ദേവാലയ സമാനമായ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായിരിക്കും. ആ പുണ്യങ്ങളുടെ പങ്ക് അനുഭവിക്കാൻ യോഗം ലഭിക്കുക എന്നത് ഓരോ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. അത് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ അത് ലഭിക്കുന്നത് മുൻജന്മ കുട്ടികൾ. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വിദ്യാലയത്തിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ബേക്കർ മെമ്മോറിയൽ കിൻഡർഗാർട്ടൻ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും. 95 വർഷങ്ങളുടെ ഉന്നത പാരമ്പര്യം പേറുന്ന ഈ വിദ്യാലയത്തിലെ ആദ്യ ബാച്ചിൽ വിദ്യാർത്ഥികളായിരുന്ന ഇപ്പോൾ മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരും ആയിരിക്കുന്നവർ മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർ ഇപ്പോൾ അഭിമാനത്തോടെ പറയും അവർക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച പ്രാരംഭ വിദ്യാഭ്യാസമാണ് അവരുടെ ജീവിത വിജയത്തിന് പ്രധാന കാരണം. പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ പകർത്തേണ്ട പാലിക്കേണ്ട മാതൃകകളും ഇവിടെ അഭ്യസിപ്പിക്കപ്പെടുന്നു. എല്ലാ ആഴ്ചയിലും കൈകാലുകളിൽ നഖം വെട്ടുക, പെൺകുട്ടികൾ മുടി വെക്കുക, വൃത്തിയായി യൂണിഫോം ധരിക്കുക മുതലായ വ്യക്തിശുചിത്വത്തിന്റെ ബാലപാഠങ്ങൾ മുതൽ സമൂഹ ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം എന്നതുവരെ ഇവിടെ അഭ്യസിപ്പിക്കപ്പെടുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളെ ഒരുമിച്ചിരുത്തി വിദ്യാഭ്യാസം നൽകുക എന്ന ആധുനിക ചിന്താഗതി ഇപ്പോഴത്തെ ചർച്ചകളും തുടങ്ങുന്നതിന് 95 വർഷം മുമ്പേ അത് നടപ്പിലാക്കി നമ്മുടെ സ്കൂൾ മാതൃകയായി. മറ്റ് സ്കൂളുകളിൽ നിന്നൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് ഗ്രാമർ, കണക്ക് എന്നിവയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ മുൻ തലമുറയെ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ വിദ്യാലയങ്ങളും ദേവാലയങ്ങളാണ് എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്നതാണ് നമ്മുടെ വിദ്യാലയം. വിദ്യാദീപം ചെയ്യുന്ന ആത്മീയ ചൈതന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഇവിടെ വിദ്യ അഭ്യസിക്കുന്നത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് ഏത് ജീവിത സാഹചര്യം വന്നാലും സഹജീവികളോട് ഇണങ്ങിച്ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള പരിശീലനം ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് വലിയ കൊച്ചമ്മയുടെ മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനം ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചമ്മമാരുടെയും ആൻറ്റിമാരുടെയും കലാകായിക പരിശീലനം നൽകുന്ന പ്രഗത്ഭരായ അധ്യാപകരുടെയും അധ്യധ്വാനം കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹവും കടപ്പാടും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ സഹപാഠികളുടെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. ഈ ബാച്ചിലെ ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻ്റായി എന്നെ തിരഞ്ഞെടുത്തതിൽ എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. ഈ നേട്ടത്തിൽ ഞാൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇത് എൻ്റെ മാത്രം നേട്ടമല്ല, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ സഹപാഠികളെയും നേട്ടമായി ഞാൻ കരുതുന്നു. ഈ വിജയം എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നു എങ്കിലും സാധ്യ
സാധ്യമായ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മുൻഗണനകളെ പോലെ ഇവിടേക്ക് എത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിനും ഹൃദയഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സാറാ പറയും. താങ്ക് യു സാറാ മറിയം. LKG B അയാൻ മുഹമ്മദ്. UKG A മുഹമ്മദ് ഫാബിസ്. UKG B അനുവിൻ MJ. Standard 1A Deksha Raj AR. Standard 1B Adina Liz Tony. Standard 1C Adena Sobi. Standard 2A Adina Ellis Andrews. Standard 2B Nidala Sajid. Standard 3A Sarah Mont Chako. Standard 3B Noel Thomas Priyan. Standard 4A Muhammad Faizan. Standard 4B Ashna Angel. Sri P.K. Kuyen Cash Award donated by Sri P.K. Kuyen Plagil Kusumlui for the best all-rounder in all classes. Best all-rounder in LKG Sarah Mary Jobin. Best all-rounder in UKG Avya Ranjit. Best all-rounder in Standard 1 Ruben M. Anish. Best all-rounder in Standard 2 Sandvika Suraj. Best all-rounder in Standard 3 Aradhya AS. Best all-rounder in Standard 4 Ashma Angel. Mrs. A.V. Balki Memorial Prize donated by Srimati Shoshama Balki for Best Outgoing Student from Standard 4 in 2024-25 Kumari Sarah Mariam.
Srimati Anima Nandan Memorial Cash Award donated by our children for the best student in UKG 2024-25, Riya Mehrin. Miss C.V. Shoshama Memorial Prize donated by C.V. Eliama for the best student in Standard 2, Adina Elise Andrews. Adina Elise Andrews. Best student in LKG, Dani Joseph Ajit. Srimati Sarah Simon Cash Award donated by your sister for the best student in Standard 1, Duma Hiring Afsal. Best student in Standard 3, Isha Shamsi. Next, Kala Tilakam and Kala Pratibha Award. The following prizes are sponsored by Sri K. Koshi, our former student, in loving memory of his grandmother, Srimati Mariamma Koshi Pattacheri, who has served our school in its initial stage. Kala Tilakam, LKG, Linda Maria N.K. Linda Maria N.K. UKG, Riya Mehrin. LP, LP section, Ashna Angel. Kala Pratibha, LKG, Josh John Jacob. UKG, Jinendran H. LP, Muhammad Faizan. Next, Malayali Manga in 2024-25, Meghra N. Shihab. Next, House secured the highest point, Blue House. Blue House ile കൊച്ചുമാരും കുട്ടികളും വേഗം മുന്നോട്ട് കടന്നില്ല. House secured the second highest point, green and red
റെഡ് ഹൗസ് 2 ഹൗസിനും ഒരുപോലെയാണ് പോയിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ബേക്കർ ഹൈസ്കൂളിൽ വെച്ച് ബേക്കർ ഹൈസ്കൂൾ ഫൗണ്ടർ അമേലിയ ഡൊലോത്തിയ ബേക്കറിന്റെ പേരിൽ നടത്തിയ മാസ്റ്റർ മൈൻഡ്സ് ഫോർ എക്സലൻസ് സ്കോളർഷിപ്പ് എക്സാമിൽ 1st, 2nd, 3rd സ്ഥാനങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനുള്ള ഓവറോൾ ട്രോഫി നമ്മുടെ സ്കൂളിന് കരസ്ഥമാക്കുകയുണ്ടായി. അതുകൂടാതെ 61 കുട്ടികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഓവറോൾ ട്രോഫി അനീഷ് അച്ഛനിൽ നിന്നും വലിയ കൊച്ചമ്മ ഏറ്റുവാങ്ങുന്നതായിരിക്കും. സ്കോളർഷിപ്പ് എക്സാമിൽ ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ദേവയാനി എച്ച്. സെക്കൻഡ് അരുൺ ഡേവിഡ്. Third, Ananya P. Binu. Thank you all. ഏറ്റവും ആദരണീയരായ ഇന്നത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ സ്കൂൾ മാനേജർ റെവറൻഡ് അനീഷ് ഫിലിപ്പച്ചൻ, ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച CSI മധ്യ കേരള ഡയസിസ് ട്രഷറർ റെവറൻഡ് ജിജി ജോൺ ജേക്കബച്ചൻ, ഇന്നത്തെ മുഖ്യ വിശിഷ്ടാധ്യായി നമ്മളൊപ്പം കടന്നു വന്ന കുമാരി കൺമണിയസ്, 2024-25 സ്കൂൾ മാഗസിൻ റിലീസ് ചെയ്ത CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് സുമോസി ചെറിയാനച്ചൻ, എന്നിവിടെ ആശംസ അർപ്പിച്ച കോട്ടയം CEO ശ്രീ അനിൽ കെ തോമസ്, PTA പ്രസിഡന്റ് ക്രിസ്റ്റി ജോർജ്, കുമാരി സാറ മറിയം, കടന്നു വന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ പേരൻസ്, കടന്നു വന്ന ഏഴുമേ, സ്കൂളുകളാൽ നിറഞ്ഞ പട്ടണമായി കോട്ടയം മാറിയപ്പോഴും മിസ്സിസും മിസസ് ഏരി വക്കീൽ നൽകിയിട്ട് പോയ നന്മയുടെ വെളിച്ചം അനേക വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊണ്ട് അന്നത്തെ പോലെ തന്നെ വിദ്യാഭ്യാസ സംസ്കാരം നിലനിർത്തി ദൈവവിശ്വാസവും അച്ചടക്കവും നന്മയും മുഖമുദ്രയാക്കി കുട്ടികളിൽ ഇപ്പോഴും സൽഗുണങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയുന്നത് നമ്മുടെ ഈ സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ്. 95ാം വാർഷികത്തിന്റെ ഉൾത്തുടുപ്പുമായി കത്തിജ്വലിച്ച് ഒരു ജ്വാലയായി അണയാതെ കാത്തുകൊണ്ട് ജഗദീശനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ ഫലമേൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പൗരോഹിത്യ വൃത്തിയോടൊപ്പം സ്വജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും തന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ പ്രകാശമണിയിച്ച അസാധാരണ വ്യക്തിത്വത്തിനുടമ, നേതൃത്വത്തിന്റെ ഉദാത്തമായ മാതൃക,
സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും അതിന് നിദർശനമാണ്. അച്ഛന്റെ നേതൃത്വം സ്കൂളിന് പുത്തൻ ഉണർവ് നൽകി മുന്നോട്ട് നയിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഗണ്യമായ അധ്യക്ഷതയിലൂടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സും പ്രാർത്ഥനയും നടത്തി അനുഗ്രഹിച്ച നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് അനീഷ് അങ്കിൾ പച്ചോടുള്ള നന്ദി ഈ സമ്മേളനത്തിൽ അറിയിച്ചുകൊള്ളുന്നു. CSI മധ്യകേരള ഡയസിസ് സ്പെഷ്യലായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് സഭാപ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ കർമ്മസാധ്യം വഹിക്കുന്ന റവറൻഡ് ജിജി ജോൺ ജേക്കബ് അച്ഛനാണ് ഇന്നത്തെ സമ്മേളനത്തിന് ഉദ്ഘാടന പ്രഭാഷണം നടത്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹാദരവും കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. അസാധ്യമെന്ന വാക്കിനെയും പ്രവൃത്തിയെയും സുസാധ്യമാക്കിയ ജീവിത മാതൃക നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച ഒരു പാഠപുസ്തകമാണ് കുമാരി കൺമണി. ഇന്നത്തെ ഈ സമ്മേളനത്തിന് വിശിഷ്ടാതിഥിയായി കടന്നു വരികയും മുഖ്യപ്രഭാഷണം നടത്തി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചത് നമുക്ക് പ്രചോദനകരമായി തീർത്ത കുമാരി കൺമണിയത്തിനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമ്മേളനത്തിന് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു. CMS സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജർ സ്ഥാനം വഹിച്ചുകൊണ്ട് CMS സ്കൂളുകളെ സംയോജിപ്പിച്ച് പുതുപുത്തൻ കാണാത്ത പ്രവർത്തന ശൈലി കാഴ്ചവെച്ച് സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ റവറൻഡ് സുമോശ്രീ ചെറിയൻ അച്ഛനാണ് നമ്മുടെ ഈ 2024-25 വർഷത്തിലെ സ്കൂൾ ആനുവൽ മാഗസിൻ റിലീസ് ചെയ്തത്. അച്ഛനോടുള്ള കൃതജ്ഞതയും വളരെ സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ കോട്ടയം സബ് ഡിസ്ട്രിക്ട് ഏരിയയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ അനിൽ കെ തോമസ് സാർ പ്രവർത്തനങ്ങൾ മറ്റു ഉപജില്ലകളിൽ നിന്നും കോട്ടയം ഉപജില്ല വേറിട്ട് നിൽക്കുന്നതിൽ സാറിന്റെ പ്രാഗൽഭ്യവും കഴിവും ഒന്നുകൊണ്ട് മാത്രമാണ്. തന്റെ പ്രവർത്തന മേഖലകളിൽ കർമ്മനിരതയും വളരെ സൗമ്യമായ നിറപുഞ്ചിരിയോടെ ഇടപെടുന്ന സാറിന്റെ സ്നേഹവും സാന്നിധ്യവും സപ്പോർട്ടും ഈ സ്കൂളിനും ഞങ്ങൾക്കും ധാരാളമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്റെ പ്രവർത്തന മേഖലകളിൽ സമയത്തുകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഈ സമ്മേളനത്തിൽ ആശംസ അറിയിച്ച സാറ് എത്രയും വേഗം കൊണ്ടുവന്ന് പോകുകയുണ്ടായി. അടുത്തൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടാണ് സാറിന്റെ ഉള്ള നന്ദി ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിന് വേണ്ടി അറിയിച്ചു. ഓരോ വർഷവും നമ്മുടെ സ്കൂളിൽ പുരോഗതിയുടെ പടവുകൾ താണ്ടുവാൻ സഹായിച്ചത് നമ്മുടെ വെള്ളിക്കൊച്ചമ്മയുടെ സഹകരണവും ലക്ഷ്യബോധത്തോടുള്ള പ്രവർത്തനവും കൊണ്ടാണ്. ഈ വർഷത്തെ നമ്മുടെ നേട്ടങ്ങൾ റിപ്പോർട്ട് ഫ്ലാഷ് ബാക്കിലൂടെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ദർശിക്കുവാൻ കഴിയും. ഞങ്ങളുടെ ഗുരുവും വഴികാട്ടിയും സുഹൃത്തും അതിലുപരി സ്നേഹനിധിയായ അമ്മയുമാണ്. പ്രസാദമായ ആമുഖവും ആർജവമുള്ള സമീപനവും എന്നും ഞങ്ങൾക്കൊരു കരുത്താണ്. പശ്ചിമബംഗാളിനുള്ള നന്ദി ഈ സമ്മേളനത്തിന് പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സ്കൂളിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് നിർണായകമായി പങ്കുവഹിക്കുന്നതാണ് PTA. നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നല്ല സ്നേഹവും നമ്മളോടൊപ്പം ചേർന്ന പുതിയ ആശയങ്ങളും സഹകരണം നൽകുന്ന ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ച PTA പ്രസിഡന്റ് ശ്രീമതി ക്രിസ്റ്റി ജോർജിനോടുള്ള നന്ദി സമ്മേളനത്തിന് വേണ്ടി അറിയിച്ചിരുന്നു. 4ാം ക്ലാസ് വരെ പ്രതിനിധീകരിച്ച കുമാരി സാറാ മറിയം നല്ലൊരു ആശംസയോട് അർപ്പിക്കുകയുണ്ടായി. ഈ വർഷം കടന്നു പോകുന്ന എല്ലാ 4th സ്റ്റാൻഡേർഡ് കുട്ടികൾക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ആശംസ അറിയിച്ച നമ്മുടെ പ്രിയ മകളോടുള്ള മകളുടെ നല്ല വാക്കുകൾക്കായി നന്ദി അറിയിക്കുന്നു. 3 പതിനാണ്ടിലേറെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ച നല്ല പാതകൾ ഞങ്ങൾക്ക് പിന്തുടരുവാൻ ഞങ്ങളെ സഹായിച്ച സൂസി കൊച്ചമ്മ, തങ്കമ്മ കൊച്ചമ്മ എന്നിവിടെ നമുക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അവരുടെ സ്നേഹം ആവോളം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ കരുതലും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടുപേരോടുമുള്ള നന്ദി സമ്മേളനത്തിന്റെ പേരിൽ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദര സ്ഥാപനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ അധ്യാപകരും, പ്രിൻസിപ്പൽമാര്, PTA കമ്മിറ്റി അംഗങ്ങൾ, നേഴ്സറി ട്രെയിനിങ് സ്ഥാപനത്തിൽ നിന്ന് കടന്നു വന്ന ഏവരോടുള്ള നന്ദി ഈ സമ്മേളനത്തിന്റെ പേരിൽ അറിയിച്ചു കൊടുക്കുന്നു. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഏവരുടെയും മനസ്സിലേക്ക് സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും 1000 പൂത്തിരികൾ വാരി വിതറിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ കുരുന്നുകൾ ഇവിടെ വർണ്ണം വിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മനോഹരമായ ദൃശ്യാവിഷ്കാരം, നൃത്താവിഷ്കാരം, കരാട്ട, അങ്ങനെ ഒരുപാട് പരിപാടികൾ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട EV ഫിലിപ്പ് സാറ്, സുമ കൊച്ചമ്മ, അമ്പിളി കൊച്ചമ്മ,
സഞ്ജയ് സാർ, ഇവിടൊക്കെ ഏറ്റവും പുറകിൽ നിന്ന് നമ്മുടെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ കൊച്ചമ്മമാര്, നമ്മുടെ ആൻറ്റിമാര്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നല്ലൊരു PTA കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോട് എല്ലാവരെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ PTA കമ്മിറ്റി അംഗങ്ങളുള്ള നന്ദി അറിയിച്ചു. ഈ യോഗത്തെ ഇത്രയും ധന്യമാക്കി തീർക്കുവാൻ വേണ്ടി കടന്നു വന്ന സ്നേഹസമ്പന്നരായ എല്ലാ രക്ഷകർത്താക്കളെയും, ഗ്രാൻഡ് പേരൻസിനെയും, പൂർവ്വ വിദ്യാർത്ഥികളെയും കടന്നു വന്ന ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ട് രാജാ സൗണ്ട്, ഫോട്ടോഗ്രാഫർ ശ്രീകുമാർ ദീപു, ലൈവ് ടെലികാസ്റ്റ് നടത്തി സഹായിച്ച ജസ്റ്റിൻ, യവനിൽ ക്രമീകരിച്ച ശ്രീ കുഞ്ഞുമോൻ സാർ, ഏവരെയും ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ദൗത്യത്തിൽ നിന്ന് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അറിവിന്റെ ആദ്യാക്ഷരങ്ങളും പ്രൈമറി തലത്തിലെ അക്ഷര വെളിച്ചവും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ബേക്കർ മെമ്മോറിയൽ കിൻഡർ ഗാർട്ടൻ ആൻഡ് LP സ്കൂൾ 95 വർഷം പിന്നിടുകയാണ്. സ്കൂളിന് ചൈതന്യമേകി പരിപാലിക്കുന്ന സർവേശ്വരനായ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പാട്ടും കളികളുമായി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന പുത്തൻ ആശയം മനസ്സിലേറ്റി അത് സാധ്യമാക്കിയ മിസ്സിസ് എന്ന ആംഗലേയ വനിതയാണ് ഈ സ്കൂളിന്റെ സ്ഥാപക. പിന്നീട് തങ്കമ്മ കൊച്ചമ്മ എന്ന് വിളിപ്പേരുള്ള മിസ്സിസ് ഏലി വർക്കി സ്കൂളിന്റെ വിജയയാത്രയ്ക്ക് സാന്നിധ്യമേകി. അനേകം കൊച്ചമ്മമാരുടെ ത്യാഗപൂർണമായ പരിശ്രമമായിരുന്നു ഈ സ്കൂളിന്റെ അടിസ്ഥാനശില. CSI മധ്യകേരള മഹാ ഇടവകയുടെ ആദരണീയനായ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി അനുഗ്രഹപ്രദമായ നേതൃത്വം ഏകുന്നു. ബേക്കർ മെമ്മോറിയൽ കിൻഡർ ഗാർട്ടൻ ആൻഡ് LP സ്കൂളിന്റെ ഉന്നമനത്തിനുതകുന്ന സാന്നിധ്യ സഹകരണം നൽകി പരിപാലിക്കുന്നത് സ്കൂൾ മാനേജർ റെവറൻഡ് അനീഷ് M. ഫിലിപ്പച്ചനാണ്. കുട്ടികളിൽ നന്മയുടെ പ്രകാശം നിറച്ച് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൽ മുഖ്യ ഘടകമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബഹുമാനിയായ ശ്രീമതി മറിയാമ്മ ഉമ്മൻ. 2024 ജൂൺ 3 സ്കൂൾ മാനേജർ റെവറൻഡ് അനീഷ് M. ഫിലിപ്പച്ചൻ പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് പ്രവേശനോത്സവത്തിന് തുടക്കമിട്ടു. നവാഗതരായ 162 കുട്ടികളാണ് അന്ന് സ്കൂളിലേക്ക് കടന്നു വന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന 437 കുട്ടികളാണ് ഈ സ്കൂളിന്റെ അഭിമാനം. പ്രഥമ അധ്യാപിക ശ്രീമതി മറിയാമ്മ ഉമ്മൻ ഉൾപ്പെടെ 17 അധ്യാപികമാരും 5 അനധ്യാപികമാരും ഈ വിദ്യാലയ വിജയത്തിന് പിന്നിലെ പ്രവർത്തകരാണ്. ക്ലാസുകളുള്ള ദിനങ്ങളിൽ പ്രാർത്ഥനയ്ക്കും അസംബ്ലിക്കും ശേഷമാണ് സ്കൂൾ ആരംഭിക്കുന്നത്. ഒപ്പം മോറൽ സ്ക്രിപ്ചർ ക്ലാസുകൾ നടത്തപ്പെടും. പഠനത്തോടൊപ്പം സർഗാത്മകമായ പ്രതിഭാവിലാസത്തെ മിനുക്കിയെടുക്കുവാൻ എല്ലാ ബുധനാഴ്ച ദിവസവും നാടകം, ഡാൻസ്, സംഗീതം, ഡ്രോയിങ്, പെയിന്റിംഗ്, ടോയ് മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, കരാട്ടെ എന്നിവയ്ക്ക് പരിശീലനം നൽകുന്നുണ്ട്. പരിസ്ഥിതി ദിനം, സ്വാതന്ത്ര്യദിനം, ശിശുദിനം, വയോജന ദിനം, കലോത്സവം എന്നിവയൊക്കെ ഏറ്റെടുത്ത് കുട്ടികൾ വർണ്ണപ്രഭ അണിയിച്ചു. ഓണാഘോഷത്തിന് നടത്തിയ അത്തപ്പൂക്കളം, ഓണപ്പാട്ട്, മലയാളി മങ്ക മത്സരങ്ങൾ ഏറെ ഹൃദ്യമായിരുന്നു. കുട്ടികൾ അവതരിപ്പിച്ച നാടകം ആസ്വാദ്യമധുരമാക്കി. ക്രിസ്മസ് പ്രോഗ്രാമിന് മഹാ ഇടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റെവറൻഡ് അലക്സ് എബ്രഹാം അച്ഛൻ ദൂത് നൽകി.
കുട്ടികളും കൊച്ചമ്മമാരും ആലപിച്ച് പകർന്നേകിയ ക്രിസ്മസ് കരോൾ സർവീസ് കർണാനന്ദകരമായ അനുഭൂതി ഉണർത്തി. കൊച്ചമ്മമാർ അവതരിപ്പിച്ച ബൈബിൾ ദൃശ്യാവിഷ്കാരം നവ്യമായ ചാരുതയോടെ സമർപ്പിക്കപ്പെട്ടു. നല്ലപാഠം പദ്ധതിയുടെ ഭാഗമായി അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൊച്ചമ്മമാരുടെ നേതൃത്വത്തോടെ കുട്ടികൾ പങ്കാളികളായി. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കും രോഗാവസ്ഥയിലുള്ളവർക്കും കൈത്താങ്ങായി സാമ്പത്തിക സഹായവും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നൽകി കുട്ടികൾ നന്മയുടെ വെളിച്ചം പകർന്നു. ഡിണ്ടിഗൽ ജില്ലയിലുള്ള 45 കുടുംബങ്ങൾക്ക് തുണിത്തരങ്ങൾ എത്തിച്ചു കൊടുത്തു. സാംക്രമിക രോഗനിവാരണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ വിഷയങ്ങൾ കോർത്തിണക്കി നല്ല പാഠത്തിനു വേണ്ടി കുട്ടികൾ തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിറയെ പുഞ്ചിരിയുടെ പച്ചപ്പ് എന്ന തെരുവ് നാടകം അവതരിപ്പിച്ചു. 2024 ജൂലൈ 13 തീയതി 95ാമത് സ്കൂൾ ബർത്ത്ഡേ പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ MLAയും MP-യുമായ അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് കുറുപ്പ് സ്കൂൾ ജന്മദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ ഗണിതശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും സാമൂഹ്യശാസ്ത്രമേളയിലും 1ാം സ്ഥാനവും ഓവറോളും, ശാസ്ത്രമേളയിൽ 3ാം സ്ഥാനവും ഓവറോളും കരസ്ഥമാക്കി. ബേക്കർ ഹൈസ്കൂൾ നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ 1ഉം 2ഉം 3ഉം സ്ഥാനവും ഓവറോളും നേടി. 61 കുട്ടികൾ മെറിറ്റ് സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു. PCM സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി ബേക്കർ മെമ്മോറിയൽ LP സ്കൂളിലെ 19 കുട്ടികൾ ക്യാഷ് അവാർഡും മെഡലും കരസ്ഥമാക്കി. വായനാ ദിനത്തിൽ കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ തയ്യാറാക്കിയ അക്ഷരത്തുള്ളി എന്ന കയ്യെഴുത്തു മാസിക MM പബ്ലിക്കേഷൻസിന്റെയും കുട്ടികളുടെ മാസികയായ ബാലരമയുടെയും സീനിയർ എഡിറ്റോറിയൽ കോഓർഡിനേറ്ററും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ സജു C. മാത്യു ഉദ്ഘാടനം ചെയ്തു. പുരോഗമനപരമായ അനേകം പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം സ്കൂൾ സാക്ഷ്യം വഹിച്ചു. KG LP കെട്ടിടങ്ങളുടെ ഓടുമേഞ്ഞ പട്ടിക മാറ്റി മെറ്റൽ ഫ്രെയിമിലാക്കി. KG ക്ലാസ് റൂം, സ്റ്റാഫ് റൂം എന്നിവയുടെ സീലിംഗ് സജ്ജമാക്കി. KG ക്ലാസ് റൂം ഭിത്തികളിൽ വാൾപേപ്പർ ഒട്ടിച്ച് കമനീയമാക്കി. KG ക്ലാസുകൾക്കാവശ്യമായ ബെഞ്ചും ഡെസ്കും നിർമ്മിച്ചു. KG ക്ലാസ് മുറ്റത്തും ബാത്റൂം വഴിത്താരകളിലും ഇന്റർലോക്ക് ടൈലുകൾ പാകി. LP മുറ്റത്തെ ശില്പങ്ങൾ ഉൾപ്പെടുത്തിയ ആർട്ടിഫിഷ്യൽ ഗാർഡൻ, സ്റ്റാഫിനു വേണ്ടി പഞ്ചിങ് സംവിധാനം, ക്ലാസുകൾക്കാവശ്യമായ വൈറ്റ് ബോർഡ്, CCTV ക്യാമറ, കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ക്യാബിൻ, 10 കമ്പ്യൂട്ടറുകൾ അടങ്ങിയ കമ്പ്യൂട്ടർ ലാബ്, KG സെക്ഷൻ ബിൽഡിങ്ങിനോടനുബന്ധിച്ച് ഔട്ട്ഡോറിൽ പ്രകൃതിസുന്ദരമായ മരത്തണലിൽ ഗുരുകുല വിദ്യാഭ്യാസ മാതൃകയിലുള്ള പഠന സൗകര്യം എന്നിവ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് സ്കൂൾ മാനേജർ റവറൻഡ് അനീഷ് M. ഫിലിപ്പച്ചന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. അറിവിന്റെ പ്രകാശധാരയിലൂടെ നന്മയുടെയും കാരുണ്യത്തിന്റെയും വഴികൾ കാട്ടിക്കൊടുത്ത് കുട്ടികൾക്ക് പുത്തൻ അവബോധം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ ബേക്കർ മെമ്മോറിയൽ കിൻഡർ ഗാർട്ടൻ ആൻഡ് LP സ്കൂളിന് അനുഗ്രഹം നൽകുന്ന സർവേശ്വരന് നന്ദി അർപ്പിക്കുകയാണ്. വിജ്ഞാനവും വിവേകവും കുഞ്ഞുങ്ങൾക്ക് വരദാനം പോലെ സദാ നൽകിക്കൊണ്ട് 95-ലെത്തിയ ഈ വിദ്യാലയ മുത്തശ്ശി അക്ഷരനഗരിക്ക് അഭിമാനമേകി നിലകൊള്ളുന്നു.